ഏറ്റവും അധികം വേൾഡ് ക്ലാസ് സിനിമ കാണുന്ന ആക്ടർ ഇതിലാരാ? ഇപ്പൊ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പടം കണ്ടിട്ടുണ്ടോ? അങ്ങനെ മാമ അല്ല നിങ്ങളാണോ ഇവൻ ഇല്ല, കാണാറുണ്ടോ പണ്ടത്തെ ഞാൻ പഴയ പടങ്ങളെ കാണുന്നുള്ളൂ. അതായത് ഭയങ്കര എല്ലാരും ഇഷ്ടപ്പെടുന്ന Classic ആ. പടങ്ങള് നമ്മുടെ മലയാളത്തെ സാധനങ്ങള്, ഇപ്പൊ പപ്പേട്ടന്റെ പടങ്ങള്, ഭരതൻ സാറിന്റെ പടം, അങ്ങനത്തെ സാധനങ്ങളെ കാണാറുള്ളൂ. അല്ലാണ്ട് ഗോഡ് ഫാദർ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ നോളന്റെ പടങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ നിങ്ങളിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരാനായിട്ട് പോകുന്നത് ഹാഷറായിട്ട്. ഉറപ്പായിട്ടും അടുത്ത ഹാഷർ നിങ്ങളിൽ ആരാവും? അതാണ് troll ആവാനുള്ള ഏറ്റവും വലിയ സാധനം. ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ പേഴ്സണലി ആളുകളൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ ഹാഷറിനെ പോലെ തുടങ്ങണം, അല്ലെങ്കിൽ ഹാഷർ എത്തി അപ്പൊ അറിയാലോ ഹാഷറിന്റെ ഒരു റേഞ്ച് അറിയാലോ, നിങ്ങളിൽ നിന്നൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആളുകൾ ഉപദേശിക്കുക അല്ല അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കുകയോ ചെയ്യുന്ന ഉണ്ട് അവസ്ഥ? കേട്ടോ. സംഭവം തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴേ ആ ഇൻഫ്ലുവൻസ് അഭിനയ സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും കണ്ടോ അവരൊക്കെ കേറി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ എനിക്ക് സിനിമ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതായിരുന്നു. കാരണം നമ്മളൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് പോയി എന്തിനാ കളിയാക്കട്ടെ എന്തെങ്കിലും നമ്മുടെ ദിവസം കയറും. പക്ഷെ ഒരിക്കലും ഹാഷറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ വിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ പണ്ട് ഈ പറഞ്ഞ ടിക്ടോക്ക്, ഈ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇതുപോലെ റീലിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ച് ട്രെൻഡിങ് പോപ്പുലാരിറ്റി കാണുമായിരുന്നു. ആ ടൈമിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈം നമ്മളെ പതിയെ ലൂസ് ചെയ്യും. ആൾക്കാർ കുറെ കണ്ട് മടുത്ത് കുറെ ഹേറ്റേഴ്സ് വരും. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്തൊരു ഹാഷർ ആവണം. ഇപ്പൊ ടാർസനൊക്കെ പടത്തിൽ കയറി നന്നായി അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഉപദേശങ്ങൾ വരുന്നുണ്ടോ? ഇങ്ങനെ പടം വേണം എടുക്കാൻ, ജോമനൊക്കെ ഉപദേശിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോഴൊക്കെ പറയണത് നല്ല പടം, നല്ല സ്റ്റോറി ഒക്കെ നോക്കിയെടുക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോഴായാലും നിങ്ങളുടെ റീൽ കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ജെൻസി ജെന്നാൽഫ കുട്ടികളാണ്. അവരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കി? അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് തീരെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്ന യൂട്യൂബിൽ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള ഏറ്റവും കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ കുറച്ച് മിഡിൽ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു അമ്മമാരുണ്ട്. അല്ല, എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ കൂടുതലായിട്ടുള്ളത് കുട്ടികളാണ്. പക്ഷെ ഇവന് വരുമ്പോൾ എനിക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ എന്റെ ഫോളോവേഴ്സ്. 30-35 നമ്മുടെ ഏജിനൊക്കെ കുറച്ച് കൂടിയ ആൾക്കാരൊക്കെ കൂടുതൽ വിമൻസ് ഒക്കെയാണ്. അങ്ങനെ എനിക്ക് എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ചീത്ത വിളിക്കാനും വീഡിയോക്ക് നല്ല കമന്റ്. അല്ല, ഏജ് ഗ്രൂപ്പ് ആരാ വരുന്നത്? ഏജ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റേ 18-24 ആ ഒരു ഏജ് തന്നെയാണ് കൂടുതലും വരുന്നത്. മാമൻ എങ്ങനെയാ അവസ്ഥ? നമ്മളെ ഈ സമ്പ്രദായക്കാരൻ. നിങ്ങളപ്പോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഈ ഓഡിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോളോവേഴ്സും പടം കാണാൻ തിയേറ്ററിൽ വന്നാൽ, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോളോവേഴ്സിന്റെ ഒരു പകുതിയെങ്കിലും ഫസ്റ്റ് വീക്കോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പടം വർക്ക് ആയിരിക്കും ബേസിക്കലി? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? വന്ന് കാണുന്നവര് നല്ലത് പറയുക എന്നുള്ളതാണ്. അല്ല, എനിക്ക് വേറെ കാര്യമുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റാ. ഫോൺ എടുത്ത് വെച്ച് കണ്ട ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കാണാം. വളരെ പ്രാക്ടിക്കലായ മനുഷ്യനാണ്. അല്ല, ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഈ 10-150 രൂപ കൊടുത്ത് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ചിന്തിച്ചേ അവര് പോത്തുള്ളൂ. അതിപ്പോ ആരഭിനയിച്ചെന്ന് പറഞ്ഞാലും പടം നല്ലതാണെങ്കിൽ ഈ റിവ്യൂ നോക്കി പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ. പിന്നെ എല്ലാം നോക്കും. ഇപ്പൊ നമ്മളൊരു ഹാഷിന്റെ പടമൊക്കെ പറയുമ്പോ ഹാഷിന്റെ ഒക്കെ പടമാണ് റീലൊക്കെ ചെയ്താൽ ഇപ്പൊ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. തിയേറ്ററിൽ കാണുമ്പോ തന്നെ ഡോമാരെ പടം കണ്ടേ പറ്റൂ. ഇപ്പൊ ബ്രോ വാഴ ഇറങ്ങി ഫസ്റ്റ് ഡേ പോയി കണ്ടോ? ചില ആൾക്കാര് അത് റിവ്യൂ നോക്കിയിട്ട് അല്ലേ കാണുള്ളൂ. അതേപോലെ അല്ല, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് എനിക്ക് ഹൊറർ കോമഡി ആണല്ലോ. ഈ ഹൊറർ എന്ന് പറയുന്ന എലമെന്റിൽ തന്നെ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ക്ലീഷകൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏത് ഹൊറർ ആയാലും, കോഞ്ചറിങ് ആയാലും ശരി, ഈവിൾ ഡെഡ് ആയാലും ശരി, ഇൻസീഡിയസ് ആയാലും ശരി ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലെ ആകാശഗംഗ ആയാലും ശരി, എല്ലാത്തിനും എസ്രക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്ലീഷകൾ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ക്ലീഷകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ ക്ലീഷകളിനകത്തുണ്ട്. ക്ലീഷയില്ലാത്ത പടം ഇല്ല. ഹോസ്റ്റലിലെ സംഭവം എടുത്താൽ പോലും ഹോസ്റ്റലിന് കുറെ ക്ലീഷകളുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. ഹൊറർ സീക്വൻസ് എടുത്താൽ പോലും ക്ലീഷകളുണ്ട്. പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മാറി ഒരു വ്യത്യസ്ത കഥ പറയുന്നുണ്ട്, ഒരു പ്ലോട്ട് പറയുന്നുണ്ട്. അതെന്തായാലും വെറൈറ്റി തന്നെ ആയിരിക്കും. അതാണ് മഹാരാജ ഹോസ്റ്റലിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. അതിലാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ തോന്നിയത് ആ ഒരു പോയിന്റിലാണ്. ഞാൻ കേട്ടില്ലാത്തൊരു ഒരു ഐറ്റം ഇങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. ഹൊറർ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും മാറ്റണം തോന്നുന്ന ഒരു ക്ലീഷ എന്താണ്? ചെറിയ കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നത്, ഈ പട്ടി പൂച്ച കരയുന്നത്, ആളുകൾ വീട് മാറുന്നത്, എന്തൊക്കെ പ്രധാനുഭവം ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഏത് എലമെന്റാ മാറ്റം? ആണി ഇളക്കി വീഴുന്നത്, ഏതാ മാറ്റേണ്ടത്? ഏതാണ് അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ട ക്ലീഷ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ പ്രേതങ്ങൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. പ്രേതത്തിന്റെ ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ട്.
ഇപ്പൊ ഫുഡ് കഴിക്കുന്ന പ്രേതം, ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന പ്രേതം, ഇഡ്ലി സാമ്പാർ കഴിക്കുന്ന പ്രേതം. അതെ അതെ. റോസി ഒക്കെ ആ ട്രെൻഡ് കൊടുക്കുന്നത്. കാറ്റ് ഒഴിവാക്കി റോസി വന്നപ്പോഴാണ് തോന്നുന്നു എനിക്ക് വെള്ള സാരി മാറി കളർ സാരി ആയത് സാരി ആയത്. അല്ലെ, മഞ്ഞ റോസ് അങ്ങനത്തെ കളർ സാരി ഒക്കെ മാറിയില്ല. എന്റെ ഒരു കൺസെപ്റ്റ് പ്രേതത്തെ അങ്ങനെ കാണിക്കാൻ പാടില്ല, അതൊരു സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ട് നിൽക്കണം. ഭൂതകാലത്തിലെ പോലെ. അപ്പൊ അത് പേടി കറക്റ്റ് ആയിട്ട് കിട്ടും. മറ്റേ പ്രേതത്തെ കാണിച്ചാൽ പ്രേതം ഇത്ര ആളല്ലോ ആ ഒരു ഫീൽ വരും. എന്താ പ്രേതപടത്തിലെ ഏറ്റവും വലിയ ക്ലീഷേ? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാലോചിച്ച് നമ്മൾ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നു, അവിടെ പ്രേതത്തിന്റെ ഒരു ചെറിയൊരു മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധയപ്പെടുമ്പോ തന്നെ പിന്നെ അവർ അവിടെ തന്നെ ഈ പടം തീരുന്നവരെ അവിടെ തന്നെ താമസിക്കുന്ന എന്തിനാ? ഞാനൊക്കെയാണ് ചെറിയ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീട് വിട്ട് പോകും. ഇവർ ആ പടം തീരുന്നവരെ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷ് പടത്തിലൊക്കെ വെറൈറ്റി, ചെറിയ കൊച്ചിനൊക്കെ ഒരു റൂമൊക്കെ കൊടുത്തു. ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സമയത്ത് നമ്മളെ കൂട് കടത്തൂലേ, അവിടെ അതൊന്നുമില്ല. അങ്ങനെ ആ സംഭവം എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ശരിയാണ്. നമ്മളൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീട് അങ്ങ് മാറണം. ഓക്കെ, മഹാരാജ ഹോസ്റ്റൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഹോസ്റ്റലായിട്ടാണല്ലോ പടത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇത്ര കാലം ജീവിച്ച ജീവിതത്തിൽ ഏറ്റവും അധികം ചീപ്പായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? ചീപ്പായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ വീട് തന്നെ ആയിരിക്കും. അല്ല വീട് പറയുന്നില്ല, വീടല്ലാതെ മാറിയുന്നതിൽ ഏറ്റവും ചീപ്പായി നിന്നിട്ടുള്ള ഒരു താമസം, ഒരു ലോഡ്ജോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ, അങ്ങനെ ഏറ്റവും ചീപ്പായി നിന്ന സ്ഥലം ഏതായിരിക്കും? ട്രാവൽ ചെയ്യുമ്പോൾ നിൽക്കൂല നമ്മള്. ട്രാവൽ ചെയ്യുമ്പോൾ നിന്നിട്ടുള്ളതൊക്കെ അത്യാവശ്യം എനിക്കങ്ങനെ ചീപ്പൊന്നുമില്ല, എല്ലാ അത്യാവശ്യം. എപ്പോഴാണ് നിന്നിട്ടുള്ള? ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഹംപി പോയിരുന്നു. അപ്പൊ ഹംപി പോയ സമയത്ത് നാട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാ, സ്റ്റേ ചെയ്യാൻ നമുക്ക് ഭയങ്കര ചീപ്പായി. കാരണം രാത്രി കിടക്കാൻ വേണ്ടി മാത്രം ഒരു സ്പോട്ട് മതിയല്ലോ, ബാക്കി നമ്മൾ കൂടുതൽ കാര്യങ്ങളും വേറെ കാര്യത്തിന് പൈസ ചെലവാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചീപ്പ് ലോഡ്ജ് എടുത്തത്. ഈ ചീപ്നെസ് എന്തായിരുന്നു അതിൽ ചീപ്പായിട്ട് ഉദ്ദേശിച്ചത്? അത് റൂമും ഇതൊന്നും അങ്ങനെ വൃത്തിയൊന്നുമില്ല, അങ്ങനെ ഒരു സാധാ ഒരു നമ്മുടെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടിയ ഒരു റൂം. ലൈഫിൽ ഏറ്റവും അധികം ചീപ്പായി തന്ന സ്ഥലം? ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങി 40K ഫോളോസ് ആയപ്പോ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ നാളത്തെ ബോർഡർ എന്തോ ആണ്. അപ്പൊ അവര് അഭിനയിക്കാൻ അന്നൊരു സ്റ്റേ അവര് തന്നു. അത് ഭയങ്കര വെസ്റ്റ് അതായിരുന്നു. ബാത്റൂം പോലും നേരെ വൃത്തിയില്ലാത്ത അങ്ങനത്തെ. ആ ഷോർട്ട് ഫിലിം ഇറങ്ങിയോ? ഇല്ല. അല്ലല്ല, നമ്മൾ അന്ന് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ ആൾക്കാരെ വിളിക്കണം പറയുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ പൈസ നോക്കിയിട്ടൊന്നുമല്ല, വിളിച്ചല്ലോ എന്നാ പിന്നെ പോയി ചെയ്യാം. അല്ലല്ല, ഈ ആളുകൾ രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പൈസ വാങ്ങിയത് അങ്ങനെ ഒരുപാട് തട്ടിപ്പുള്ള. ഇല്ല അതങ്ങനെയല്ല, അല്ലാതെ വിളിച്ചതാ. വിളിച്ചു വന്നു. പക്ഷെ അത് എന്തോ കാർഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കോപ്പി ചെയ്തതിന്റെ ഇടയിൽ എന്തോ എറർ വന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാ ഷോർട്ട് ഫിലിം അങ്ങനെ പറ്റാറുണ്ട്. ഈ പറഞ്ഞ ഇവരെങ്കിലും പൈസ കാണത്തില്ല, ഇവരിങ്ങനെ നമുക്ക് തട്ടിക്കൂട്ടി ഒരു പടം എടുക്കണം, സിനിമ കയറുന്ന ലക്ഷ്യം കൊണ്ടായിരിക്കും ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അവരിലും പൈസ കാണുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഏറ്റവും ലൈഫിൽ ചീപ്പായി എന്നൊരു സ്ഥലം അങ്ങനെയില്ല. ഞാൻ ഈ യാത്ര തമിഴ്നാട്ടില് എന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ ചീപ്പായിട്ടുള്ള, അതായത് ഫെസിലിറ്റീസ് കുറച്ച് വളരെ കുറഞ്ഞ ഒരു പഴയൊരു ബിൽഡിങ്ങിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും. ഈ കോളേജ്, നിങ്ങളുണ്ടായിരുന്ന ഒരു കോളേജ് കാലഘട്ടത്തിൽ നിന്ന് ഇപ്പത്തെ കോളേജ് ലൈഫ് വെച്ച് നോക്കുമ്പോ എത്ര കാര്യങ്ങൾ മാറിയിട്ടുണ്ട്? എന്തൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറിയിട്ടുണ്ട്? സ്റ്റുഡൻസിന്റെ അത്ര പ്രായമൊന്നുമില്ല, കോളേജിൽ പഠിച്ചവര് ഒരുപാട് കാലം തന്നെ. ഇപ്പത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ നോട്ട്സ് എഴുതുന്നതിനോടായിരിക്കും കംപ്ലീറ്റ്ലി PDF ആയിട്ട് മാറിയിടാം. നമ്മുടെ PDF ഉണ്ട്. അതുപോലെ ഇപ്പൊ എല്ലാ വീഡിയോ ലെക്ചറുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അവരുടെയും ഈ പറഞ്ഞ പോലെ അന്ന് കോളേജിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി അല്ല ഇന്ന് കുട്ടികൾ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി. അന്ന് കംപ്ലീറ്റ്ലി സെൽഫികളായിരുന്നു ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഇന്ന് അത് കംപ്ലീറ്റ്ലി റീലുകളാക്കി. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പത്തെ കുട്ടികൾ? എനിക്ക് ഈ രാഷ്ട്രീയം പണ്ടൊക്കെ ഭയങ്കര രാഷ്ട്രീയ കൊല, ഞാൻ പഠിച്ച കോളേജിലൊക്കെ പണ്ട് ഈ രാഷ്ട്രീയത്തിൽ കൊലകളൊക്കെ നടക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ അങ്ങനെയൊന്നും പറ്റി കേൾക്കുന്നൊന്നുമില്ല. ഉണ്ട്, സംഭവം ഉണ്ട്, ഇപ്പൊ ലിമിറ്റഡ് ആയി. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയതുപോലെ ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല.